ഹലോ. ആ ഹായ് ഹായ്. മനസ്സിലായോ? ഉറങ്ങായിരുന്നോ? ഓഫീസിലാണ്. സംസാരിക്കാലോ അല്ലേ? ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ? എന്താ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ എന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ? ബോച്ചേട്ടി വാങ്ങിയിട്ടുണ്ട്. ആ അപ്പൊ ഞാൻ വിളിച്ചപ്പോ കാര്യം മനസ്സിലായിണ്ടാവും. ഒരു എത്ര റുപ്യ കിട്ടിണ്ടാവുന്ന വിചാരിക്കണേ? ഒന്നൊരു ഗസ് ചെയ്യ്, ഒരു ബെറ്റ് വെക്ക. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ ഡബിള് തരാം. കറക്റ്റ് പറഞ്ഞില്ല ആ കാശ് എനിക്ക്. കാശ് പോയി. ഒരു ബെറ്റ് വെക്കണ ധൈര്യം ഉണ്ടാ? വേണ്ട, എന്നാലും വേണ്ട, ബെറ്റ് ഒന്നും വേണ്ട. അല്ലാണ്ട് പറ, ഒരു 10,000, 25,000, 1 ലക്ഷം എത്ര അടിച്ചിട്ടുണ്ടാവും? എന്റെ അമ്മേ, 10 ലക്ഷം! എന്തൊരു ചങ്കുറ്റ പറയാൻ. ആ സ്ഥിരം കാണുന്നുണ്ടല്ലോ അല്ലെ 10 ലക്ഷം അടിക്കുന്നത്. 10 ലക്ഷത്തിനെ വിളിക്കണേ. പിന്നെ കൊറേ കാലമായിട്ട് വിളിക്കാറില്ല, മടി പിടിച്ചിട്ട് ഇപ്പൊ വേറെ ആൾക്കാരെ വിളിക്കണേ. ഇടയ്ക്ക് ഒരു മൂഡിൽ ഇങ്ങനെ വിളിക്കും. 10 ലക്ഷമാണ് ചിലപ്പോ. ചില ദിവസം 10 ലക്ഷം, ചില ദിവസം കാറ്, ചില ദിവസം ഐഫോൺ, ചിലപ്പോ ഫ്ലാറ്റ്, ഇങ്ങനെയൊക്കെ കൊടുക്കണേ. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാറാണ്. എന്താ അതിന്റെ പേര്? നിസാൻ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ കാറാണ്. കാർ ഓടിക്കാൻ അറിയോ? അറിയോ? വേണ്ടേ? ആ ഓക്കെ ഓക്കെ. ഞാനേ ഈ കോതകുളല്ലേ സ്ഥലം, അപ്പൊ എന്റെ തെറ്റിദ്ധാരണ മതി. എന്റെ വിചാരം ഈ കോതകുളം എന്ന് പറയുമ്പോ അവിടെയുള്ളവരൊക്കെ കോതകളെ പോലെ ഇരിക്കുന്നതാണ് എന്റെ വിചാരം. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരു സുന്ദരിയാണല്ലോ, ഒരു കോതയെ പോലെയല്ല. കോതകുളം എന്ന് കേട്ടപ്പോഴേ ഓരോ സ്ഥലത്തിനും ഓരോ പേര് വരുമ്പോ ചിലപ്പോ നമ്മൾ വിചാരിക്കും അതിനോടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കുമ്പോ ദൈവമേ ഒരു കോതയായിരിക്കുമോ ഞാൻ വിളിക്കുന്നത്? അല്ല, ഒരു നല്ല സുന്ദരീനെയാണ് ഞാൻ വിളിച്ചത്. എന്തായാലും ഇന്നത്തെ ദിവസം നന്നായി വരട്ടെ. എവിടെയാ ജോലി ചെയ്യണേ? ട്രാവൽസ്. ഓക്കെ. കാറ് കിട്ടിയ എന്താ ചെയ്യാ? ഇനി കാറിലായിരിക്കും യാത്ര, ജോലിക്കൊക്കെ പോണത്. അത് സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി തുടങ്ങുമോ? ആ പിന്നെ ആരാ ഇത്? വീട്ടിലാരൊക്കെ ഉള്ളത്? ഒറ്റ മോളാണ്? പുന്നാര മോളാണ്. ഓ സോറി ഫോർ ദാറ്റ്. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യുന്ന? ഫിഷർമാൻ. എവിടെ? ആ നല്ല ഫ്രഷ് മീനൊക്കെ, പെടയണ മീൻ കിട്ടിയാ കൊണ്ടുവന്നേ. പ്രതീക്ഷിച്ചിരുന്നില്ല. ജീവിതം തന്നെ അങ്ങനെയല്ലേ, ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു സംഭവമാണ്. ജനിക്കുക മരിക്കുക, ഇത് രണ്ടും മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഒരു അറിയില്ല. അപ്പൊ ഉള്ള പ്രതീക്ഷയിലൊക്കെ തട്ടിക്കൂട്ടി ജീവിക്കുക, അതാണ് ദാറ്റ് ഈസ് ലൈഫ്. അത്രേ ഉള്ളൂ. എല്ലാം പ്രതീക്ഷിക്കാണ്ടാണ് സംഭവിക്കുക, അല്ലേ? അതെ, നമ്മൾ ജനിച്ചു വീഴുമ്പോ നമുക്ക് എന്താ അറിയാ, ആരെ കാണും, എപ്പോ കാണും, എന്താ ഒരു പിടിയില്ല. നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടുന്നു, ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചില കാര്യങ്ങളൊന്നും വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് ഒരു റീസണബിൾ പ്രതീക്ഷയിൽ ജീവിക്കാൻ നല്ലത്. അങ്ങനെ. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്, ഒരാളിൽ ഒതുങ്ങുന്നില്ലല്ലോ. ഒരുപാട് പേര് അറിയില്ലെങ്കിലൂടെ തന്നെ പബ്ലിസിറ്റി മാത്രമല്ല, ആൾക്കാർക്ക് ചെയ്യുമ്പോൾ സന്തോഷം തന്നെയല്ലോ. കൊടുക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. കൊടുക്കാന്നുള്ള നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ എല്ലാവരോടും വീട്ടിൽ അന്വേഷണം പറയൂ. ഞാൻ വീട്ടിലാണെങ്കിൽ എല്ലാവരും കാണാലോ എന്ന് ഓർത്തു. സാറില്ല, അച്ഛനോടും അമ്മോടൊക്കെ പറയൂ. ആ ഓക്കെ. എങ്ങനെ എടുത്ത ഈ ബോച്ചേട്ടി? ഫിജി കാർട്ട് വഴിയാണോ, ഓൺലൈനിലാണോ? ആ അപ്പൊ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടോ അതിന്റെ? ഓ ശരി. അപ്പൊ ബോച്ചേട്ടി കച്ചവടം ഉണ്ട്, പ്രൈസും നിങ്ങക്ക് തന്നെ അല്ലേ? എല്ലാ പാക്കറ്റും പൊളിച്ചു നോക്കിയാ? കൂപ്പൺ അല്ലേ? ചിലവര് വാങ്ങിയ സ്റ്റോക്ക് മുഴുവൻ എടുത്തിട്ട് ചിലവര് ഒരു പ്രാന്തിനൊക്കെ തുറന്നു നോക്കും. കിട്ടിയ
സ്റ്റോക്കിനാകെ 25,000 മതിയല്ലോ, അടിച്ചാ 10 ലക്ഷം അല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലവര് എല്ലാ പാക്കറ്റും പൊളിക്കും. നാളൊരു ചേട്ടൻ രാത്രി 2 അടിച്ചിട്ട് കടയിലുള്ള എല്ലാ പാക്കറ്റും പൊളിച്ചിട്ട് പരീക്ഷിച്ച് നോക്കി. പക്ഷെ 10 ലക്ഷം കിട്ടിയില്ല, 25,000 പിന്നെ കുറെ നൂറുകളൊക്കെ കിട്ടി. ആ നിങ്ങൾ അവിടുന്ന് വാങ്ങിയതാണ്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കാണാൻ നമുക്ക് കാറ് നമുക്ക് ഇരുന്നൊരു സവാരി പോണ്ടേ? നമുക്കൊരു വണ്ടി വരട്ടെ, നമുക്കൊരു ട്രിപ്പ് അടിക്കണം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി.